മലയാള സിനിമ ഗാനങ്ങളിൽ ഹംസധ്വനിയുടെ പ്രാധാന്യം കാണിക്കുന്ന ഒരു എപ്പിസോഡാണ്. ഹംസധ്വനി രാഗത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഗാനങ്ങളിലേക്ക് കിടക്കാം. 29ാമത് മേളകർത്താരാഗമായിട്ടുള്ള ശങ്കരാഭരണത്തിൽ ജന്യമായിട്ടുള്ള ഒരു ജന്യരാഗമാണ് ഹംസധ്വനി രാഗം. ഹംസധ്വനിയുടെ ആരോഹണ അവരോഹണത്തിലൂടെ എങ്ങനെ സംഗീതം അല്ലെങ്കിൽ പാട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് ആദ്യമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആരോഹണ അവരോഹണം സരിഗ പനിസ സാനി ബഗരിസ, ഇതാണ് ഹംസധ്വനിയുടെ ആരോഹണ അവരോഹണം. ഇതിൽ നിന്ന് പാട്ടിലേക്ക് പോയത് എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. മനതാരിലെങ്ങും പൊൻകിനാവും കൊണ്ടുവാ, ഈ ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ആദ്യമേ തന്നെ രവീന്ദ്രമാസ്റ്റർ മനോഹരമായിട്ടുള്ള ഈ ആരോഹണ അവരോഹണം ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒറിജിനൽ ഗാനം യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് അറിയാം. അത് ആദ്യം പാടുന്നുണ്ട് എങ്ങനെയാണ്, സരിഗപനിസ സനിപഗരിസ. ഇതിൽ രസകരമായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ വരികൾ എഴുതിയത് മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡയറക്ടറാണ് എന്നുള്ളതാണ് രസകരമായ സംഭവം. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, സത്യനന്ദിക്കാടാണ്. അപ്പോൾ സത്യനന്ദിക്കാട് സാർ എഴുതി മനോഹരമായ ട്യൂണിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ലെജൻഡറി മ്യൂസിഷ്യനായിട്ടുള്ള രവീന്ദ്ര മാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഗാനത്തിൻ്റെ 2-3 വരികൾ ഞാൻ ഒരിക്കൽ കൂടി പാടുകയാണ്. മനതാരിലെങ്ങും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനീ പ്രിയരാഗമായി. ഇനി ഇതേ രാഗത്തിലുള്ള 1-2 ഗാനങ്ങൾ പരിചയപ്പെടുത്തുന്നു. രഞ്ജിനി സദ. നമ്മൾ ഗാനമേളയ്ക്കൊക്കെ മിക്കവാറും ഗായികമാർ പാടുന്ന ഒരു പാട്ടുണ്ട്, മങ്കമ്പു ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ലിറിക്കില്, നമ്മുടെ ശരത് സാറിൻ്റെ അമ്മായിച്ച് എന്ന് വേണമെങ്കിൽ പറയാം, കണ്ണൂർ രാജൻ സാർ മ്യൂസിക് ചെയ്തൊരു പാട്ടുണ്ട്. പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയഭാവം, പ്രിയതരമൊരു നവഗീതം വിരിയണമതിലയഭാവം, നാദങ്ങളാൽ നീ വരൂ രാഗങ്ങളാൽ തേൻതരൂ. എത്ര മനോഹരമല്ല കേൾക്കാനായിട്ട്. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ശരത് സാറിന് നമുക്കൊരിക്കലും വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. സാറിൻ്റെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു ക്ഷണക്കത്ത്. അതിൽ തന്നെ ഇവർ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് കൈതപ്രം സാറും ശരത് സാറും കൂടെയുള്ള കോമ്പിനേഷൻസ്. ധാരാളം ലിറിക്സും നല്ല പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് അടുത്തത്. സല്ലാപം കവിതയായി അലഞ്ഞൊറിയോരോരോ കഥകളാൽ കഥയിലവൾ മാലാഖയായി നിലാപ്പൂക്കൾ വീണ മഞ്ജീരമായി നിശാഗന്ധി തൻ കൈവല്യമായി രാഗമായി സല്ലാപം കവിതയായി. ഇത് പറഞ്ഞപ്പോൾ ശരത് സാറിൻ്റെ വേറൊരു പാട്ട് ഓർമ്മ വന്നു. മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. ആഹാ, മനോഹരമായ നല്ല പാട്ട്. പാട്ടല്ലേ? പിന്നെ തീർച്ചയായും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നമുക്ക് അത്ര പരിചയമില്ലാത്ത 2 പേരിലേക്ക് പോവുകയാണ് കേട്ടോ. അതായത് ലിറിക്സും അതുപോലെ തന്നെ സംഗീതവും അത്ര പരിചയമില്ല. അത് പേരുകൊണ്ട് നമുക്ക് പരിചയം വരാം. അതായത് ജോസഫ് ഒഴുകയിൽ എന്ന് പറയുന്ന ഒരാൾ എഴുതുകയും അതേപോലെ തന്നെ
കോഴിക്കോട് യേശുദാസ്. അപ്പോൾ നമ്മൾ യേശുദാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദാസേട്ടനെ ഓർമ്മ വരും. പക്ഷേ കോഴിക്കോട് യേശുദാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംഗീതം കൊടുക്കുകയും ചെയ്യുന്നിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് ഗാനമാണ്. പക്ഷെ അത് നല്ല സംഗീതജ്ഞൻ്റെ ഇടയിലേക്ക് ഇത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് അന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് പാടുവാൻ മറന്നുപോയി, പാടുവാൻ മറന്നുപോയി സ്വരങ്ങളാമിൻ കൂട്ടുകാർ എങ്ങോ എങ്ങോ പോയി മറഞ്ഞു, പാടുവാൻ മറന്നുപോയി സ്വരങ്ങളാമിൻ കൂട്ടുകാർ എങ്ങോ എങ്ങോ പോയി മറഞ്ഞു. പിന്നെ പൂവച്ചൽ ഖദർ സാറ് ലിറിക് എഴുതി ജോൺസൺ മാഷിൻ്റെ ഒരു നല്ലൊരു ഗാനമുണ്ട്. അത് ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു, ഒരു നിമിഷം ഈയൊരു നിമിഷം വീണ്ടും നമ്മളൊന്നായി, ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ. കൊള്ളാം. ഇത് എനിക്ക് തോന്നുന്നത് ശരത് സാറിന് നമ്മുടെ ഹംസത്തിൻ രാഗത്തോട് എന്തോ പ്രത്യേക മമതയുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ക്ഷണക്കത്ത് എന്നുള്ള ആ ചിത്രത്തിൽ പല ഗാനങ്ങൾക്ക് അദ്ദേഹം ഒരേ രാഗം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായ പാട്ടാണ്. അതായത് അത്ര എളുപ്പത്തിൽ ഒരു ഗായകന് പാടി ഒപ്പിക്കാൻ പറ്റുന്നൊരു പാട്ടല്ല ശരിക്കും. അതുപോലത്തെ പാട്ടുകളാണ് അദ്ദേഹം മിക്കവാറും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പടത്തിൽ ചെയ്തത്. അതിലെ ഒരു പാട്ടാണ് അത് എഴുതിയത്, നമുക്കറിയാം, കൈതപ്ര സാറ് തന്നെ. രാഗം മധുമയമാം രാഗം, ആരാഗം അനുപമലേഖരനാദം, ലാളനമായി നിരാമയമായി പരാഗണമായി, ലാളനമായി നിരാമയമായി പരാഗണമായി, ഉദയരാഗവരപതംഗമുണരുകയായി എന്നറിയ ഹൃദയമന്ത്ര പദതരങ്ങൾ ഉണരുകയായി, വിദൂരതയിലാരാഗം അനുപമമാം രാഗം, ആരാഗം മധുമയ ലേഖരനാദം. പാടിയപ്പോഴാണ് എനിക്ക് ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്ത ഒരു പാട്ടുണ്ട്, നമ്മുടെ ദാസാറും ചിത്രചേച്ചിയും പാടിയ രാഗിണി രാഗരൂപിണി പ്രിയവരദായിനി പ്രേമവാഹിനി, തവ തനുവിൽ മധുരവുമാ, തവ തനുവിൽ മധുരവുമാ, ഇതളിടം പൂക്കൾ നൽകൂ നീ, രാഗിണി രാഗരൂപിണി പ്രിയവരദായിനി പ്രേമവാഹിനി. അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മ വന്നു. അതായത് നമ്മൾ മലയാളത്തിൽ മലയാളികളായിട്ടുള്ള ധാരാളം സംഗീതജ്ഞർ വന്നിട്ടുണ്ടെങ്കിലും നോർത്തിൽ നിന്ന് വന്നിട്ട് കൈയടി വാങ്ങിച്ചിട്ട് പോയിട്ടുള്ള മഹാന്മാരിൽ ഒരാൾ സലിൽ ചൗധരി സാറാണ്. അദ്ദേഹത്തിൻ്റെ, അതായത് ശ്രീമാനന്ദ സാർ എഴുതി, എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ശ്രീമാനന്ദ സാറായിരിക്കും ഒരു സലിൽ ചൗധരി സാറിന് കൂടുതൽ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ONV സാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗാനം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്, എനിക്ക് തോന്നുന്നത് ഈ പാട്ട് കേൾക്കുമ്പോൾ മിക്കവാറും നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ അല്ലേ, ഇപ്പോഴത്തെ പോലെ യുവാക്കളുടെ ഹരമായിട്ടുള്ള ജയൻ സാറിൻ്റെ മുഖമായിരിക്കും. അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ യൂഷ്വലായിട്ടുള്ള സ്റ്റൈലല്ല ഈ പാട്ടിൽ കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് പാട്ടിതാണ് ശ്രീപദം വിടന്ന സരസീരുഹത്തിൽ, ശ്രീപദം വിടന്ന സരസീരുഹത്തിൽ, ജനനീ അടിയൻ തൂക്കുമീ ഹൃദയരാഗം
പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി ശ്രീപദം വിടന്ന സരസീരുഹത്തിൽ. ആ നമ്മുടെ രവീന്ദ്ര മാഷിന്റെ ഒരു പാട്ടുണ്ടല്ലോ, രാവിൽ രാഗനിലാവിൽ എന്നാത്മനാഥൻ വന്നെങ്കിൽ പൂക്കൾ തേനല്ലിപ്പൂക്കൾ ഇന്നെൻ്റെ ദേവൻ തന്നെങ്കിൽ രാവിൽ രാഗനിലാവിൽ. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും മലയാളം എന്നല്ല ഇന്ത്യൻ സംഗീതത്തെ ലോക നിലവാരത്തിലെത്തിച്ച ഒരേ ഒരാളുള്ളൂ, അത് നൺ അതർ ദാൻ ഇളയരാജ സാറ്. അതിന് ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം ഇപ്പോൾ ഈയിടെയായിട്ട് ഒരു ഇംഗ്ലീഷുകാരെല്ലാം വെച്ചുകൊണ്ട് ഒരു ഉഗ്രൻ സിംഫണി ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വയസ്സ് ഓർക്കണം. വളരെ ചെറുപ്പം മുതൽ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹം എത്രയോ 10-60 വർഷമായിട്ട് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതം എങ്ങനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് പൂർത്തീകരിക്കാൻ പറ്റും? അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിലേക്ക് വരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് ഞാൻ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇളയരാജ സാർ അത് ചെയ്തെന്ന് മനസ്സിലായത്. ഉള്ള കാര്യം പറയാം. രവീന്ദ്ര മാഷാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഈ പാട്ട് സെർച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്ര വലിയൊരു ലെജൻഡാണ് ചെയ്തതെന്ന് മനസ്സിലായത്. എൻ്റെ രണ്ടൊരു പാട്ടാണ്. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഇളം മാനോ, വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ, ഓലഞ്ഞാലിക്കുരുവിയോ കൂടുകൂട്ടും കുളകമോ, പീലി വീശിയാടും മാമയിലോ. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ചാരിതാർത്ഥ്യപ്പെടുന്നു. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം. നമസ്കാരം. താങ്ക് യു. ദൈവമേ, ഞാൻ